ഇബ്നു ഉമർ ഇതിന് ശേഷം കൊടുക്കുന്ന ഉപദേശമാണ് ഇദാ അംസൈത ഫലാ തൻതദിർ സ്വബാഹ്. വൈകുന്നേരമായാൽ പ്രഭാതത്തെ നീ പ്രതീക്ഷിക്കരുത്, പ്രഭാതമായാൽ പ്രദോഷത്തെയും നീ പ്രതീക്ഷിക്കരുത്. ഇത് ഇബ്നു ഉമർ സ്വന്തത്തോടും പറയുമായിരുന്നതാണ്. സ്വന്തത്തോട് പറയും, നേരം വെളുക്കുമ്പോൾ എഴുതി വരുമ്പോൾ നേരം വെളുത്തു, ഇനി വൈകുന്നേരം ഏതായാലും ആവൂല. വൈകുന്നേരം പറയും, ഏതായാലും വൈകുന്നേരമായി കിട്ടി, നാളെ മിക്കവാറും നേരം വെളുക്കലുണ്ട്, അതിന് മുമ്പ് ഞാൻ മരിക്കും എന്ന് അദ്ദേഹം സ്വന്തത്തോടും പറയും. അതേപോലെ മറ്റുള്ളവർക്കും അദ്ദേഹം ആ ഒരു ഉപദേശം നൽകുമായിരുന്നു. അതാണ് വക്കാല ഇബ്നു ഉമർ യഖൂൽ. എന്നിട്ട് മാത്രമല്ല, വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക, വഖുദ് നീ എടുക്കുക, നീ സ്വീകരിക്കുക, മിൻ സിഹ്ഹതിക നിന്റെ ആരോഗ്യത്തിൽ നിന്ന് നീ എടുത്തു വെക്കുക, ലിമറദിക നിന്റെ രോഗത്തിന് വേണ്ടി നീ എടുത്തു വെക്കുക. ആരോഗ്യമുള്ള സമയത്ത് ചെയ്തു വെക്കുക. നാളെ ഈ ആരോഗ്യം ഉണ്ടാകുമോ പറയാൻ പറ്റില്ല. ഇന്ന് നമുക്ക് ആരോഗ്യമുണ്ട്, നാളെ എന്തായിരിക്കും അവസ്ഥ ആർക്കും പറയാൻ കഴിയില്ല. അപ്പം ആരോഗ്യാവസ്ഥയിൽ രോഗാവസ്ഥക്ക് വേണ്ടി നീ വല്ലതും എടുത്തു വെക്കുക. കാരണം നേരം വെളുത്താൽ വൈകുന്നേരം പ്രതീക്ഷിക്കണ്ട. ഒരു ഖൈറും പിന്നേക്ക് നീ മാറ്റി വെക്കണ്ട. ചെയ്യാം, ആവാം, വരട്ടെ, സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കണ്ട. ആ സമയം എനിക്ക് കിട്ടുമോ ഇല്ലേ പറയാൻ പറ്റും. നാളെ എന്ന ദിവസം ഉണ്ടാകും, പക്ഷെ ആ ദിവസത്തിൽ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടാകുമോ ഇല്ല, പറയാൻ കഴിയില്ല. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ കഴിയുമോ പറയാൻ പറ്റൂല. സാഹചര്യം എന്തുമാവാം. ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നടിഞ്ഞു പോയ എത്രയോ മനുഷ്യന്മാരുണ്ട്. ആരോഗ്യം നഷ്ടപ്പെട്ടവരുണ്ട്, രോഗിയായി കിടക്കയിലേക്ക് മാറ്റപ്പെട്ടവരുണ്ട്. സമ്പത്തൊന്നാകെ നിമിഷ നേരം കൊണ്ട് എല്ലാം തകർന്നു പോയ ആളുകളുണ്ട്. എളുപ്പമുണ്ടതൊക്കെ, ഇതെല്ലാം വന്നതുപോലെ പോകാനും എളുപ്പമാണ്. അപ്പം ഇബ്നു ഉമർ പറയും, നേരം പുലർന്നാൽ പ്രദോഷത്തെ പ്രതീക്ഷിക്കണ്ട, പ്രദോഷമായ പ്രഭാതത്തെയും പ്രതീക്ഷിക്കണ്ട. വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക നിന്റെ ആരോഗ്യാവസ്ഥയിൽ നീ എടുത്തു വെക്കുക നിന്റെ രോഗാവസ്ഥയ്ക്ക് വേണ്ടി. വമിൻ ഹയാതിക ലിമൗതിക നിന്റെ ജീവിതകാലത്തിന് എടുത്തു വെക്കുക, ലിമൗതിക നിന്റെ മരണത്തിനു വേണ്ടി. മരിക്കും, അതാണ് നമ്മൾ മഖ്സദ്, ലക്ഷ്യസ്ഥാനം. വഴിയാത്രക്കാർ നമ്മുടെ യാത്ര എവിടേക്ക് എത്തുക? ഖബറിലേക്ക്. നമ്മുടെ യാത്ര, നമ്മൾ ദുനിയാവിലൂടെ യാത്ര പോവാണ്. ആലമുൽ അർവാഹിൽ നിന്ന് ആരംഭിച്ച് ഇപ്പം ദുനിയാവിലൂടെ നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചെല്ലാനുള്ളത് ബർസഖിലേക്ക്, അത് കഴിഞ്ഞാൽ ആഖിറത്തിലേക്ക്. അവിടെയാണ് യാത്ര അവസാനിക്കുന്നത്. ഒന്നുകിൽ നരകത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ. അവിടെ ചെന്ന ഈ യാത്ര അവസാനിക്കണം. അവിടേക്ക് വേണ്ടി നീ കരുതി വെച്ചോ, ആരോഗ്യാവസ്ഥയിൽ എടുത്തു വെച്ചോ, രോഗാവസ്ഥയ്ക്ക് വേണ്ടി. ജീവിതകാലത്തിന് എടുത്തു വെച്ചോ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി. അല്ല പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല, നീ എടുത്തു വെച്ചോ എന്നാണ്. ചില റിപ്പോർട്ടുകളിൽ എന്ന് കൂടി കാണാൻ കഴിയും. ഇബ്നു ഉമർ പറഞ്ഞതായി തന്നെ പറയുന്നിടത്ത് പല റിപ്പോർട്ടിലും വന്നത് നിന്നെ നീ എണ്ണുക, നീ കണക്കാക്കുക, മിൻ അസ്ഹാബിൽ ഖുബൂർ ഖബറിൻ്റെ ആളുകളിൽ നീ നിന്നെ എണ്ണിക്കൊള്ളുക. ഖബറാളികളെ നമ്മുടെ നാട്ടിൽ മരിച്ചുപോയ മനുഷ്യന്മാരെ മൊത്തം ലിസ്റ്റ് ചെയ്യാം. ഖബർസ്ഥാനിൽ പോയാൽ ഒരുപാട് ഖബറുണ്ടാവും. കുടുംബത്തിൽ, ചുറ്റുപാടിൽ, അയൽവാസികളിൽ, ബന്ധുക്കളിൽ, വേണ്ടപ്പെട്ടവരിൽ എല്ലാം മരിച്ചുപോയ ധാരാളം ആളുകൾ അവിടെ ഖബർസ്ഥാനുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പരിചയമുള്ള ഖബറൊക്കെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് നോക്കുക. അവസാനം ഇന്ന് മരിച്ച് മറയുന്ന ഖബറുണ്ടെങ്കിൽ അതും. അടുത്ത ഖബർ ആരുതാ? നമ്മളെ മഹൽ ഖബർസ്ഥാനിൽ അടുത്ത ഖബർ ആരുടേത്? ഒരു പക്ഷേ നമ്മുടേതാവാം. ഇന്ന് വരെ പുതിയ ഖബർ വന്നു, അല്ലെങ്കിൽ ഇന്നലെ വരെ പുതിയ ഖബർ വന്നു. മിഞ്ഞാന്ന് വരെ നടന്നു പോയ ആള് ഇന്ന് ഖബറിലായി, ഇന്നലെ നടന്നു പോയ ആൾ ഇന്ന് ഖബറിലായി. ഇനി നാളെ ആ ഖബറിലേക്ക് ആരെ വെക്കും? ഖബർസ്ഥാനിൽ പുതിയ ആളാര്? ഒരു പക്ഷേ നമ്മളായിരിക്കാം. കവി പറഞ്ഞാണ്, എത്രയെത്ര ആരോഗ്യവാന്മാരാണ് യാതൊരു രോഗവുമില്ലാതെ മരണപ്പെട്ടു പോയത്. എത്ര രോഗികളാണ് ദീർഘമായ കാലം പിന്നെയും ജീവിച്ചത്. മറ്റേ രോഗിയായി കടന്ന് നമ്മളൊക്കെ അങ്ങനെ കാണാൻ പോകുമ്പോൾ ഉറപ്പിക്കും, ഇല്ല കേട്ടോ അത് കഴിഞ്ഞു, ഇനി പ്രതീക്ഷ ഇല്ലാന്ന്. ഓൻ ചിലപ്പോൾ കുറേ കാലം ജീവിക്കും. ഈ പ്രതീക്ഷ ഇല്ലയെന്ന് പറഞ്ഞു പോയോനോ അതിന് മുമ്പ് മരിച്ചു പോവുകയും ചെയ്യും. ഒരു മനുഷ്യന് ഓരോരുത്തരും ഇങ്ങനെ നേരം വെളുത്ത് അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു, അവരറിയുന്നില്ല. അവൻ്റെ കഫൻ തുണികൾ ഒരു പക്ഷേ നെയ്ത് വെക്കപ്പെട്ടിട്ടുണ്ടാകും, അവരറിയുന്നില്ല. കടയിൽ പോയാൽ കിട്ടും, ഒരു കഫൻ തുണി സെറ്റ് വെച്ചാൽ തരും. ആ കടി വിൽക്കാൻ വെച്ച അടുത്ത സെറ്റ്
ഒരുപക്ഷെ നമ്മെ കഫൻ ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ചതായിരിക്കും, നമുക്കറിയില്ല. നമ്മൾ ഇന്ന് പോയി അപ്പോൾ തുണി വാങ്ങി പോകുന്നില്ല അബാറാക്ക് വേണ്ടി, അടുത്ത സെറ്റ് ഒരു പക്ഷേ നമുക്ക് വേണ്ടിയായിരിക്കാം. നിന്നെ കബറാളികളെ കൂട്ടത്തിൽ നീ കണക്കാക്കുക. അപ്പം കബറാളികൾ ലിസ്റ്റ് എടുത്താൽ അടുത്ത പേര് എൻ്റെ പേര്, അടുത്ത മയ്യത്ത് ഞാനായിരിക്കും, അടുത്ത ഖബറ് എൻ്റേതായിരിക്കും എന്നൊരു ബോധമുണ്ടെങ്കിൽ ലക്ഷ്യം മറക്കൂല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വഞ്ചിക്കപ്പെട്ടു. വാപ്പാക്ക് 90 വയസ്സ് കിട്ടിക്കണ്, വല്യമ്മ 100 വയസ്സ് ജീവിച്ചേക്കണ്, ഞങ്ങളുടെ കുടുംബത്തിൽ പോയി വലിയ ആയുസ്സാണ്, അതിന് വെറുതെ കൊടുക്കാൻ നിൽക്കണ്ട. വല്യപ്പന ആയുസ് വല്യപ്പാക്കണ്ടാവും, വല്യമ്മന ആയുസ് വല്യമ്മാക്കുണ്ടാവുന്നല്ലാതെ നമ്മളെ ആയുസ് നമുക്ക് തന്നെയാണ്. അല്ല അത് വിചാരിച്ച് കണ്ട് 80-90 ആകാതെ നമ്മുടെ കുടുംബത്തിൽ ആരും മരിച്ചില്ല എന്നൊന്നും വെറുതെ ആലോചിച്ച് കുടുങ്ങിപ്പോകാൻ നിൽക്കണ്ട. കിട്ടുന്നത് ഉപയോഗിക്കുക. ആരോഗ്യത്തിൽ നിന്ന് എടുത്തു വെച്ചോ രോഗാവസ്ഥയ്ക്ക്, ജീവിതത്തിൽ എടുത്തു വെച്ചോ മരണത്തിന്, എന്നാൽ അതുണ്ടാവും. അതാണ് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള പാഥേയം. യാത്രയിലെ യാത്രാ വിഭവം അത് ഇതൊക്കെയാണ്. അതുണ്ടോ അവിടേക്ക് എത്താം. അതില്ലേ പോണ വഴിക്ക് കാണുന്ന കാഴ്ചയും കണ്ട് അവിടുത്തെ എല്ലാ ഇതിലും ഇടപെട്ടുകൊണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരിക്കലും അവൻ എത്തുകയില്ല.